റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിലെ ഏറ്റവും വലിയ നേതാവ്, സൃഷ്ടികളിൽ ഏറ്റവും വലിയ നേതാവ്. സൃഷ്ടി കഴിഞ്ഞാൽ പിന്നെ ആരാ ബാക്കിയുള്ളത്? അല്ലാഹു ജല്ല ജലാലുഹു. ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസീറത്ത് തോ സലാമത് ഹൈ. मदीना हमने देखा है मगर नादीदा नादीदा. मदीना जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा फिज़ा संजीदा संजीदा. മദീന ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കൽബിന്റെ കണ്ണുകൊണ്ട്. ബസ്വാറത്ത് ഖോ ഗയി, കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താണ്? ബസീറത്ത് തോ സലാമത് ഹൈ. എന്റെ ഖൽബിന്റെ കാഴ്ച അല്ലാഹു നഷ്ടപ്പെടുത്തിയില്ലല്ലോ. ഖൽബുകൊണ്ട് ഞാൻ മദീന കണ്ടു. ഏതാണ് ഈ മദീന? മക്കയോട് യാത്ര പറയുമ്പോൾ 53 വർഷം ജീവിച്ച നാടിനോട് 53 വർഷം ജീവിച്ച നാടിനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോരുമ്പോൾ ഹബീബ് ദുആ ചെയ്ത ദുആ പരിശുദ്ധ ഹദീസുകളിൽ പരിശോധിച്ചു നോക്കണം. എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ ഖറജ്തു മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണ് അല്ലാഹുവേ ഞാൻ ഈ പോരുന്നത്. മക്കയിൽ നിന്നാണ് ഞാൻ പോരുന്നത്. മക്ക എനിക്ക് ഇഷ്ടപ്പെട്ട നാടാണല്ലോ. ഫഅദ്ഖിൽനീ അഹബ്ബൽ ബിലാദി ഇലൈക. നിനക്ക് ഏറ്റവും സ്നേഹമുള്ള, നീ എമ്പാടും ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് എന്നെ എത്തിക്കണം പടച്ചവനെ. ഇങ്ങനെ ഞാൻ പോരുന്നത് എനിക്കിഷ്ടപ്പെട്ട നാടാണ്. എന്നെ നീ എത്തിക്കേണ്ടത് നിനക്കിഷ്ടപ്പെട്ട നാട്ടിലേക്കാണ്. ആ നാടായിരുന്നു മദീനത്തുൻ നബി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, അലൈക്കും. മദീനയിൽ ഹബീബായ നബി തങ്ങളുടെ വിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മദീനയിൽ എന്താണ് മദീന? ഞാൻ ചോദിക്കട്ടെ, വിനയത്തോടുകൂടെ ചോദിക്കട്ടെ. ഹജ്ജിന് പോയിട്ട് മക്ക വരെ പോയിട്ട് തവാഫും സഅയും ചെയ്തിട്ട് കയ്യിൽ ഇഷ്ടം പോലെ കാശും സമയവും ഉണ്ടായിട്ട് ഒന്നും മദീന വരെ പോവാൻ മനസ്സ് വരാതെ ഹജ്ജ് കഴിഞ്ഞു, ഉംറ കഴിഞ്ഞു, മദീനയിൽ പോകുന്നില്ലേ? എന്തേന്നറിയോ? കൂലി കൂടുതൽ മക്കയിലാണ്. 1,00,000 കൂലി മക്കയിലല്ലേ. മദീനയിൽ ഒരു നിസ്കാരത്തിന് 1000 എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചാക്കിന് കണക്കിന് കൂലി വാങ്ങിയിട്ടായി പോരുന്നത്. പൊന്നു സഹോദരാ, നിനക്ക് ചാക്കിൽ നിറക്കാൻ കൂലി മക്കയിലുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ്? മക്കയിൽ 1,00,000 കൂലി ഉണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഇത് മനുഷ്യന്മാരോട് നമ്മൾ പറയുന്നുമുണ്ടല്ലോ. മദീന ഇതൊന്നും പ്രശ്നമല്ല, ഉംറ കഴിഞ്ഞിട്ട് പോ. ആരാണ് പരിശുദ്ധമായ കഅബാലയത്തിന് പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചത്? ആരാണ് ഹിജ്ർ ഇസ്മായിലും ഹജറുൽ അസ്വദും നമ്മെ പരിചയപ്പെടുത്തിയത്? ആരാണ് മഖാം ഇബ്രാഹിമും സംസം വെള്ളത്തിന്റെയും പുണ്യം പഠിപ്പിച്ചത്? ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ. ഹബീബിനെ കുറിച്ച് നീ എന്ന് പറയാൻ പാടുണ്ടോ? നീ പരിഭാഷകളെടുത്ത് നോക്കി. പരിഭാഷ നീ, അവൻ, ബ്രാക്കറ്റിൽ ചിലപ്പോൾ റസൂൽ, ആര്? പ്രവാചകൻ. അവൻ. അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ടോ ഈ പ്രയോഗം? ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ഈസ നബിയെക്കാളും ഈസ നബിയുടെ പേര് പറഞ്ഞ അത്ര നിങ്ങളുടെ ഖുർആനിൽ നിങ്ങളുടെ മുഹമ്മദ് നബിയെ പറഞ്ഞിട്ടില്ലല്ലോ. ശരി തന്നെയാണ് ക്രിസ്ത്യാനി സഹോദര,
ശരി തന്നെയാണ്. എന്ത് കാരണം എന്നറിയോ? എല്ലാ നബിമാരെയും അല്ലാഹു പേരെടുത്തിട്ടാണ് വിളിച്ചത്. യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം. നമ്മളെ നബിനെ കുറിച്ച് അല്ലാഹു അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിച്ചത് 4 വാക്കുകളാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലായോരേ നബിയേ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായവരെ. യാ അയ്യുഹൻ നബിയു, ഓ നബിയായവരെ. അള്ളാഹ് വിളിക്കാൻ പറ്റാത്തോണ്ടാ യാ മുഹമ്മദ് ഒന്ന്. എല്ലാ നബിമാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് തവണ നബിയോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് അള്ളാഹു പോലും വിളിച്ചിട്ടില്ലല്ലോ. മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ഖുർആനിൽ പ്രയോഗിച്ചത് നബിയെ പരിചയപ്പെടുത്തുമ്പോഴാണ്. മുഹമ്മദ് നബി റസൂലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. നബിയോട് ഡയറക്റ്റ് പോലും അല്ലാഹു ഓ റസൂൽ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? നമുക്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോ ശ്രദ്ധിച്ചുകൂടെ? അവൻ എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ നിന്ദ്യമായി പ്രയോഗിക്കുന്ന പ്രയോഗമല്ലേ? അവൻ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കല്ലേ? പരിഭാഷ വായിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ആപ്പുകൾ കിട്ടിയേക്കാം പരിഭാഷയുടെ. അവൻ 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 എന്ന്, നീ നീ എന്ന് ഹബീബിനെ പറയുന്നിടത്ത് ഹബീബിനെ പറയുമ്പോൾ നീ എന്നോ അവനെന്നോ പറയുന്ന പ്രയോഗം ആദരവില്ലാത്ത, ബഹുമാനമില്ലാത്ത പ്രയോഗമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്ന് പറഞ്ഞൊരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നബിയേ, അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാറുണ്ട് നബിയെ, അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കാൻ. വീട്ടിലിരിക്കുമ്പോ നബിയെ ഒന്ന് കാണണമെന്ന് കൊതിയാകും, നബിയെ ഒന്ന് നോക്കണമെന്ന് കൊതിയാകും. നബിയെ, ഞാൻ എന്റെ വീട്ടിൽ നടന്നു വരും. അങ്ങനെ അങ്ങയുടെ പള്ളിയിൽ അങ്ങറിയാതെ ഒരു മൂലയിൽ വന്നിരുന്ന് അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും നബിയെ. കണ്ണു നിറയുമ്പോൾ ഞാൻ പോകും. വീണ്ടും പൂതിയായാൽ, ആഗ്രഹമായാൽ ഞാനിവിടെ വരും നബി അങ്ങയെ കാണാൻ. എനിക്കൊരു വിഷമമുണ്ട് നബിയെ, ഒരു പ്രയാസമുണ്ട് നബിയെ. എന്താണ് ആ പ്രയാസം? പറഞ്ഞോളൂ സ്വഹാബി. യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ ഗുരുവേ, ഇദാ മിത്തു വമിത്ത, ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ നബിയെ, ഈ പാവമായ സ്വഹാബി സ്വർഗത്തിന്റെ ഏതോ താഴെ തട്ടുകളിൽ കിടക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കുമല്ലോ നബിയെ. താഴെയുള്ളവർക്ക് മേലെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ നബിയെ. ഞാൻ സ്വർഗത്തിലായാൽ തന്നെയും നാളെ അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ നിന്ന് മദീനയിലെ പള്ളി വരെ നടന്നു വന്ന് അങ്ങയുടെ മുഖം നോക്കി പോകുന്ന പോലെ നാളെ ആഖിറത്തിൽ ചെന്നാൽ അങ്ങയെ എനിക്ക് കാണാൻ കഴിയുമോ നബിയെ? ഈ ചോദ്യത്തിനാണ് ഖുർആൻ ആയത്തിറക്കിയത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഹബീബിന് കഴിയാതെ എന്തോ ഒരു സ്നേഹമാണ് ഈ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്വർഗത്തിലേക്ക് വന്നാൽ എന്നെ കാണാൻ കഴിയില്ല എന്നാണോ നിങ്ങളുടെ വിഷമം? അല്ലാഹു മറുപടി പറയുന്നു നബിയേ, അങ്ങയെ കാണാൻ കൊതിക്കുന്നവരോട്, അങ്ങയെ കാണാൻ സ്നേഹമുള്ളവരോട്, അങ്ങയെ നോക്കി നിൽക്കാൻ കൊതിയുള്ളവരോട് എന്നെ നോക്കി നിന്നോളിൽ, ഇത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹി തങ്ങൾ. നോക്കണം സഹോദര, എന്റെ മുഖത്ത് നോക്കൽ നിങ്ങൾക്ക് ഇബാദത്താണെന്ന് പറഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ടാണ് ഖുർആൻ മറുപടി ഇറക്കുന്നത്. നബിയെ, നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ
നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങയെ നാളെ കാണാൻ കഴിയില്ല എന്നാണ് സ്വഹാബിയുടെ ബേജാറെങ്കിൽ പറഞ്ഞോളൂ നബിയെ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അംബിയാഇന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഈ ആയത്ത് നമുക്കും പ്രതീക്ഷ നൽകുകയാണ്. നബിയുടെ ഹുജ്റത്തിലേക്ക് ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ വെള്ള പുതച്ച് കിടത്തിയിരിക്കുകയാണ്. ആ മുഖത്തെ വെള്ള മൂടി വസ്ത്രം എടുത്തുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞു. ആ മുഖത്ത് ചുംബിച്ചുകൊണ്ട് മയ്യിത്തായി കിടക്കുന്ന ഹബീബിന്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി സ്വഹാബത്തിനെ ആശ്വസിപ്പിക്കാൻ പോകുന്നതിന്റെ മുമ്പ് സ്വന്തം മോളാണ് ആയിഷ ബീവി, റസൂലിന്റെ ഭാര്യയാണ്, അവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ മുഖത്ത് ചുംബിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു വാക്കാണ് പറഞ്ഞത്, നബിയേ ജീവിച്ചിരുന്നപ്പോൾ എന്തോ ഒരു സുഗന്ധം അങ്ങേക്ക്, മരിച്ചു പോയപ്പോഴും അങ്ങേക്ക് എന്തോ ഒരു സുഗന്ധം നബിയെ, എന്തൊരു സുഗന്ധം നബിയെ അങ്ങേക്ക്, ജീവിച്ചപ്പോഴും സുഗന്ധം, മരിച്ചു പോയപ്പോഴും സുഗന്ധം. ആ ഒരു വാക്ക് നബി ആരാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. ജീവിച്ചപ്പോഴും അങ്ങേക്ക് സുഗന്ധം, മരിച്ചു പോയപ്പോഴും അങ്ങേക്ക് സുഗന്ധം നബിയെ, അങ്ങ് നന്നായി നബിയെ. ജീവിച്ചിരപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും അങ്ങ് തന്നെ നല്ലവർ, മരണപ്പെട്ടപ്പോഴും അങ്ങ് തന്നെ നല്ലവർ. 3 ദിവസം സ്വഹാബത്തിന്റെ ഇജ്തിഹാദ് കൊണ്ട് ഹബീബിനെ മറവ് ചെയ്യാൻ 3 ദിവസം അവർ കാത്തുവെച്ചിട്ടുണ്ട്. ഖിലാഫത്തിന്റെ ചർച്ച പൂർത്തിയാവാൻ 3 ദിവസം കടന്ന ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ ആ പരിശുദ്ധമായ ഭൂമേനിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ ഹബീബിനെ കുറിച്ച് സാധാരണ എന്ന് പറയല്ല സുഹൃത്തെ, പറഞ്ഞു പോവല്ല. ചുംബിച്ചുകൊണ്ട് ആ മുഖത്തെ പടം അങ്ങ് മൂടി വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ തുറക്കുന്നത് മദീനയിലെ പള്ളിയിലേക്ക്, റൗദയിലേക്ക് നേരെ ചെല്ലുന്നു, മിമ്പറിലേക്ക്. സ്വഹാബികൾ കൂട്ടക്കരച്ചിലാണ് അവിടെ, സ്നേഹമാണ് ആ കാണിക്കുന്നത്. നബി പറഞ്ഞ നിസ്കാരം നിർവഹിച്ച് മിണ്ടാതെ, യാതൊരു സ്നേഹവും കാരുണ്യവും കൽബിൽ തോന്നാതെ പച്ചക്കല്ലുകളായി നിൽക്കാൻ സ്വഹാബത്തിന് കഴിയുമായിരുന്നു. പക്ഷേ സ്നേഹം അതിലപ്പുറമാണ്. ഹബീബിന്റെ സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞില്ലേ? എമ്പാടും ധൈര്യമുണ്ടായിരുന്ന സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് വാള് പിടിച്ചു നടന്നത്. എന്റെ ഹബീബ് മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തല ഞാൻ മുറിച്ചെടുക്കും. എന്റെ ഹബീബ് മരിക്കാറായിട്ടില്ല. അന്ന് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണാൻ പോയ പോലെ എന്റെ റസൂൽ അള്ളാഹുവിന്റെ അരികത്ത് പോയതാണ്. നബി തിരിച്ചു വരും, നബി കണ്ണു തുറക്കും, നബി എണീറ്റിരിക്കും, നബി നമ്മുടെ കൂടെ നിസ്കരിക്കും, നബി നമ്മുടെ കൂടെ നടക്കും. എന്റെ റസൂൽ മരിച്ചു എന്ന് പറയല്ല എന്ന് വാള് പിടിച്ച് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ നടത്തിയത് ഹബീബിനോടുള്ള ഹുബ്ബായിരുന്നു സുഹൃത്തേ, ഹുബ്ബായിരുന്നു. എമ്പാടും സുന്നത്തും ഫർളും അനുസരിച്ച് ജീവിക്കുന്ന ഉമർ തങ്ങൾക്കാണ് ഈ സ്വബോധം നഷ്ടപ്പെടുന്നത്. എന്റെ നബിയോടുള്ള സ്നേഹം അങ്ങനെയാണ് കാണിച്ചത്, അങ്ങനെയാണ് പുറത്തു വരുന്നത്. സിദ്ദീഖ് എന്നവർ മിമ്പറിൽ കയറുന്നു. ഉമറേ ഇരിക്കണം, ഉമറേ. മറന്നവരിക്കണില്ല, നടക്കുകയാണ്, വാളും കയ്യിൽ പിടിച്ച് മദീനയിലെ പള്ളിയുടെ ബാക്കിൽ ഇങ്ങനെ നടക്കാൻ. ഇരിക്കണില്ല. മൂന്നാമത്തൊരു വിളിയാണ് സിദ്ദീഖ് എന്നവർ, സൗമ്യനായ ശാന്തനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു ധൈര്യം കൊടുത്തതാണ്. ആരാണ് അവിടെ സമാധാനിപ്പിക്കാനുണ്ടാവുക? സിദ്ദീഖ് തങ്ങളില്ലെങ്കിൽ നബി കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖ് എന്നവരല്ലേ. സിദ്ദീഖ് എന്നവർ ഉമറേ ഇരിക്കൂ, ഉമറേ ഇരിക്കൂ എന്ന് മൂന്നാമതൊരു വാക്ക് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. മിമ്പറിൽ കയറി ഖുത്ബ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്.
ആരൊക്കെയാണോ മുഹമ്മദ് നബിയെ ആരാധിച്ചത്, ആരാധന അല്ലാഹുവിനല്ലേ, ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയല്ലേ. മുഹമ്മദ് നബിയെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയണേ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ ആരാധിക്കുന്നത്, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു മരിക്കുന്നവനല്ല, അല്ലാഹു ജീവിച്ചിരിപ്പുള്ളവനാണ്, അല്ലാഹുവിന് മരണമില്ല. ഇബാദത്ത് അല്ലാഹുവിന് തുടർന്നോളൂ, ഇബാദത്ത് നബിക്കല്ല, ഇബാദത്ത് സൃഷ്ടികൾക്കല്ല, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. ഖുർആനിന്റെ ആയത്തോതിയില്ലേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, ഈ നബി തങ്ങൾ ഒരു റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്, അവർക്ക് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ. എന്റെ റസൂൽ മരിക്കുകയോ ഔ ഖുതില വധിക്കപ്പെടുകയോ ആയാൽ ഇൻഖലബ്തും അലാ അഅഖാബിക്കും, നിങ്ങൾ പുറംതിരിഞ്ഞു اللهم صل على سيدنا محمد وعلى آل سيدنا وبارك وسلم عليه. സ്വഹാബികൾ ഹാഫിളീങ്ങളാണ്, സ്വഹാബിമാർ ഖുർആൻ മനഃപ്പാഠമാക്കി. റളിയല്ലാഹു ചോദിച്ചു, സുദ്ദീഖ് ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് വഫാത്താവാന്ന് പറയുന്ന ആയത്ത് ആദ്യമായി കേൾക്കുന്ന പോലെ സുദ്ദീഖ് നമ്മുടെ റസൂൽ മരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിരുന്നു. സ്വഹാബത്ത് ലോകത്തിന്റെ ഗുരുവല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തോട് വിട പറഞ്ഞത് സ്വഹാബത്ത് വേദനയോടെയാണ് സ്വീകരിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന അന്ന് മദീനയുടെ ഇരുട്ടിന്റെ പോലും വെളിച്ചമായിരുന്നു, മദീനയുടെ ഇരുട്ടിന്റെ വെളിച്ചമായിരുന്നു. നബി ഹിജറയായി മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ, എന്നാൽ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മദീനയിലെ പകലിന് ഇരുട്ടായിരുന്നുവെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, നിന്റെ അഹ്കാമുകൾ അംഗീകരിക്കുകയും നിന്റെ റസൂലിനെ സ്നേഹിക്കുകയും അവിടെന്ന് പറഞ്ഞ പോലെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഹബീബിനെയും നാളെ നിന്നെയും കണ്ണ് നിറയെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله ودعنا الصلاة صلوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.